ഞങ്ങളെന്നേ ഞങ്ങൾ പടവലം കുഴിച്ചിട്ടിട്ട് ഇന്നത്തേക്ക് ഒരു 1.5 മാസത്തിൻ്റെ മേലെ 2 മാസമൊക്കെ ആയി. കുറച്ച് പറിച്ചിരുന്നു, ഇനി പറിക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇതാണ് പടവലം. പണ്ടത്തെ നാടൻ വിത്തിലുണ്ടാക്കിയതാണ്. ഇത് തൃശ്ശൂർ മണ്ണൂത്തിയിൽ നിന്ന് വാങ്ങിയ വിത്താണ്. അപ്പോൾ ഈ വിത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അത്രയും ദൂരം പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറേ ഓർഡറുകളുണ്ട്. ഒരു 10-15 കിലോൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇവിടെ ഉണ്ട്, പടവലങ്ങളുണ്ട്. ഇത് ഡാമേജുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വെട്ടി ഒഴിവാക്കണം കേട്ടോ. ഡാമേജ് ചെറുത് ഇതൊക്കെ ഉണ്ടായിച്ചാൽ ശരിക്കും വലുതാകൂല. പിന്നെ വള്ളികൾ ഇങ്ങനെ തൂങ്ങാൻ പാടില്ല കേട്ടോ. വള്ളി ഇങ്ങനെ തൂങ്ങണത് വള്ളി ഇങ്ങോട്ട് വെച്ച് വേണം. വള്ളി തൂങ്ങിയാലെന്ന് വെച്ചാൽ കായ പിടിക്കൂല. ആ വള്ളി കേടുന്നു. അതിനാകൊണ്ടാണ് നമ്മൾ വള്ളി ഇതിങ്ങനെ കെട്ടി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ പന്തലിങ്ങനെ കെട്ടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് വള്ളിയാണ്ട് പോയിക്കോളും. നമുക്ക് ഏറ്റവും ആദായത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് പടവല കൃഷി. പിന്നെ പടവല കൃഷി പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് മരുന്ന് അടിക്കേണ്ട ആവശ്യമില്ല. ഫെർമോൺ ഗണി ഞാൻ അവിടെ വെച്ചിട്ട് ഫെർമോൺ ഗണി വെച്ച് കാട്ടിത്തരാം. ഫെർമോൺ ഗണി ഇത് ഞാൻ തുറന്ന് കാട്ടാത്തതെന്ന് വെച്ചാൽ അതിൽ 2 ഈച്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്. അതിനോണ്ടാണ് ഇതാ ഒരു ഈച്ചത പുറത്തിറക്കണ്ടില്ലേ, ഒരു ഈച്ചത ഇതാ ഇവിടെ ഉണ്ടാ ഇത് ഫെർമോൺ ഗണിയുടെ മേലെ അതിനാണ് കൊന്നാഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും 2 എണ്ണം ഉണ്ട് നടക്കണേ. അപ്പോൾ അത് തുറന്നിക്ക് അങ്ങനെ അത് പുറത്തേക്ക് പോയി. അതിനോട് ഞാൻ തുറന്ന് കാട്ടാത്തത്. ഇത് കണ്ടില്ലേ, പടവലം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കായ്ച്ചിക്കാം. അത് കണ്ടാ ഇങ്ങനെ വന്ന അതിൽ ഇത് വിത്തായതാണ്. അപ്പോൾ അത് ഞങ്ങൾ വൈകുന്നേരം പറിച്ചേക്കും. ഇത് കണ്ടാ വിത്ത് ചുവപ്പ് വിത്തായി. ഇത് ഞങ്ങൾ വിത്തുണ്ടാക്കിച്ച പടവലാണ്. ആ വിത്താക്കാനുള്ളതാണ്. പിന്നെ കെട്ടണത് ഈ മഞ്ഞക്കണിയാണ്. കണ്ടാ ഈ മഞ്ഞക്കണിയുമലൊക്കെ ഇത് കായ്ച്ചുണ്ടല്ലേ, കായ്ച്ച പെട്ടോളും. പിന്നെ എന്തെല്ലാം അലമ്പ് ഈച്ചകളുണ്ടെങ്കിൽ ഇത് വന്ന് പെട്ടോളും. അതൊക്കെ നമുക്ക് വലിയൊരു ലക്കാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കണത്. കാരണം മരുന്നടിക്കാണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കൃഷി പടവല കൃഷി. എല്ലാവരും വിചാരിക്കും പടവലത്തിന് മരുന്നടിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ഈ ഫെർമോൺ വെച്ചോളി, ഒറ്റ പടവലം നമുക്ക് പോവില്ല. പിന്നെ ജൈവമായിട്ടുള്ള വളം ഇടുക, ഇംഗ്ലീഷ് വളം വേണ്ട മാതിരി കുറച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പറിക്കുകയാണ്. അപ്പോൾ പറിക്കണതൊരു വീഡിയോ നിങ്ങൾക്ക് കാട്ടണം എന്നുള്ള രീതിയിലാണ്. ഒന്നൊരു 600-700 ഗ്രാമൊക്കെ ഉള്ള പടവലാണ്. അപ്പോൾ ഈ പടവല കൃഷി ചെയ്യാൻ ഇഷ്ടം എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ഇപ്പം എനിക്കിവിടെ 330 രൂപ കിലോന് കിട്ടാൻ കേട്ടോ. പടവല അത്യാവശ്യം നല്ല വില. 30 രൂപ പടവലത്തിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല വിലയാണ്. ഈ പച്ചപ്പടവലാനായിട്ട് നല്ല മാർക്കറ്റാണ്. എടുക്കാൻ ആളുണ്ട്. പിന്നെ പണ്ടത്തെ ആ ശൈലിയിലേക്ക് നമ്മൾ പോയി. പടവലത്തിന് അല്ലിക്ക് കായ. ഇതാണ് നാടൻ വിത്തിൻ്റെ ഗുണം. പന്തൽ ശ്രദ്ധിക്കണത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വലേൻ്റെ ഉള്ളിലൊക്കെ കിടന്നാളും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ പിന്നെ കേടായി ഇപ്പോൾ കിട്ടൂല പടവലം പറിക്കാൻ. ഇതിൻ്റെ വിത്ത് എൻ്റെ അടുത്ത് സെയിലുണ്ട്. ഞാൻ വാങ്ങിയത് 5 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് വിത്ത്. പക്ഷേ എനിക്ക് അത്ര വിലയൊന്നും വേണ്ട. ഞാൻ അതിലൊരു 3 ഉറുപ്പ്യക്ക് ഒരു വിത്ത് കൊടുക്കും. കാരണം അത്രയും നല്ല വിത്തായതുകൊണ്ടാണ് ആ വില അവരിനോടൊന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരും വിത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൽ വന്നാൽ മതി. നമ്പർ കൊടുക്കുക. നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും.